RC phase shift oscillator. Oscillators എന്ന ടോപ്പിക്കിൽ 7th ചാപ്റ്ററിലാണ് RC phase shift oscillator പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഓസിലേറ്റേഴ്സും ഏതൊക്കെയായിരുന്നു? ഹാർട്ട്ലി, കോൾപിറ്റ്സ്, ക്രിസ്റ്റൽ. ഇത് മൂന്നും ക്രിസ്റ്റൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റ്സ് ഓസിലേറ്ററും LC ഓസിലേറ്റേഴ്സാണ്. അതായത് ടാങ്ക് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഓസിലേറ്റേഴ്സാണ്. പിന്നെ ഈ മൂന്ന് ഓസിലേറ്റേഴ്സിനും നമ്മൾക്ക് കോമൺ ആയിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും വെരി ഹൈ ഫ്രീക്വൻസി സൈൻ വേവ് ഔട്ട്പുട്ട് തരുന്നവയാണ്. മെഗാഹെർട്സ് റേഞ്ചിലുള്ള ഔട്ട്പുട്ട് തരുന്നവയാണ്. കോൾപിറ്റ്സും ഹാർട്ട്ലിയുമൊക്കെ ട്രാൻസ്മിറ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റേഡിയോ റിസീവറിൻ്റെയൊക്കെ RF സെക്ഷനിൽ, അതായത് ഇൻകമ്മിങ് സിഗ്നൽസിൻ്റെ ട്യൂണിങ് സെക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂന്ന് ഓസിലേറ്റേഴ്സാണ് ഹാർട്ട്ലിയും കോൾപിറ്റ്സും ക്ലാപ്പും. പിന്നെ ക്രിസ്റ്റൽ ഓസിലേറ്ററും അതുപോലെ തന്നെ 3 മെഗാഹെർട്സ് അങ്ങനെ മെഗാഹെർട്സ് റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് തരുന്ന ഓരോ ഓസിലേറ്റേഴ്സാണ്. താരതമ്യേന ലോ ഫ്രീക്വൻസി സൈൻ വേവ് സിഗ്നൽസ് കിലോ ഹെർട്സിലൊക്കെയുള്ള 1 കിലോ ഹെർട്സ് തുടങ്ങിയൊക്കെയോ 1 ഹെർട്സ് തുടങ്ങിയോ സിമ്പിൾ ഹെർട്സ് തൊട്ട് കിലോ ഹെർട്സ് റേഞ്ചിലൊക്കെയുള്ള ലോ ഫ്രീക്വൻസി സൈൻ വേവുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഓസിലേറ്റേഴ്സിലാണ് RC ഓസിലേറ്റേഴ്സ്. RC ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഓസിലേറ്റേഴ്സിൽ നമ്മൾ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സുമാണ് ഓസിലേറ്ററി സർക്യൂട്ടായിട്ടും ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സർക്യൂട്ട്, ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന സൈൻ വേവിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സർക്യൂട്ട് RC സർക്യൂട്ടാണ്. ഹാർട്ട്ലി ഓസിലേറ്ററിലും കോൾപിറ്റ്സ് ഓസിലേറ്ററിലും ക്ലാപ്പ് ഓസിലേറ്ററിലും ട്യൂൺഡ് സർക്യൂട്ടാണ് ഫ്രീക്വൻസി ഡിറ്റർമിനിങ് നെറ്റ്വർക്ക്. കമ്പയർ ചെയ്ത് പറയുന്നത് ആ വ്യത്യാസം മനസ്സിലാക്കാനാണ്. 1/2π√LC അതിൽ എല്ലിൻ്റെയോ സിയുടെയോ വാല്യൂ കണക്കാക്കുന്നത് മാത്രമാണ് വ്യത്യാസപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി വെരി ലോ ഫ്രീക്വൻസി, രണ്ട് പ്രത്യേകതകളാണ്. വെരി ലോ ഫ്രീക്വൻസി സിഗ്നലുകളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് നെറ്റ്വർക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് RC ആണ്. Rഉം Cയും റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് ഇവിടെ എംപ്ലോയ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഓസിലേറ്റേഴ്സാണ് ഇതെല്ലാം RC ഓസിലേറ്റേഴ്സ്. ദീസ് ഓസിലേറ്റേഴ്സ് എംപ്ലോയ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. These are more suitable for generating low frequency signals. ഇപ്പോൾ നമ്മളുടെ വെരി ലോ ഫ്രീക്വൻസി സിഗ്നൽസിന് ഏത് ഓസിലേറ്ററാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് RC ഓസിലേറ്റേഴ്സാണ്. ദീസ് ആർ ഓൾസോ നോൺ ആസ് AF ഓസിലേറ്റേഴ്സ്, ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. ദീസ് ഹാവ് ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. വെരി സിമ്പിളായിരിക്കും എന്നറിയാമല്ലോ, കാരണം ഇൻഡക്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാവും. പിന്നെ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 2 RC ഓസിലേറ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആൻഡ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അതിൽ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററാണ്. ഒരു ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കാണ് ഇതിലെ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സർക്യൂട്ടും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടുമായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു? കോമൺ എമിറ്റർ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരും. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരും. അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി, അതായത് ഫീഡ്ബാക്ക് ഈസ് പോസിറ്റീവ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. അടുത്തത് ഫീഡ്ബാക്ക് ഫാക്ടർ ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ഫീഡ്ബാക്ക് ഈസ് പോസിറ്റീവ്, ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി. പിന്നെ ഓസിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള ഒരു ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സർക്യൂട്ട്. ഇത്രയൊക്കെയാണ് വേണ്ടത്. ഇതിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നൽകുന്നതും ഫ്രീക്വൻസി നിർണ്ണയിക്കുന്നതുമായ സർക്യൂട്ടാണ് ഒരു സിമ്പിൾ RC നെറ്റ്വർക്ക്.
ഒരു കപ്പാസിറ്റർ ഒരു ഡി സി വോൾട്ടേജ് സോഴ്സിന് എക്രോസ് കൊടുത്താൽ കപ്പാസിറ്റർ വളരെ പെട്ടെന്ന് ആ ഡി സി വോൾട്ടേജ് കൊടുത്തിരിക്കുന്ന എത്രയാണോ അത് തന്നെ ചാർജ് ചെയ്യും, പ്ലസും മൈനസുമായി ചാർജ് ചെയ്യും. സിംപ്ലി ഈ കപ്പാസിറ്റർ നേരെ ഡി സി വോൾട്ടേജ് കൊടുക്കുന്നതിന് പകരം ഒരു റെസിസ്റ്റർ വഴിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അപ്പോഴും കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ബട്ട് ഇറ്റ് ടേക്സ് സം ടൈം. ഒരു നമ്മൾ ആർ സി സർക്യൂട്ടുകൾ രണ്ടെണ്ണം പഠിച്ചു, ഓർമ്മയുണ്ടോ? ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററും. ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടും പഠിച്ചതാണ്, ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടും പഠിച്ചതാണ്, ആർ സി ടൈം കോൺസ്റ്റൻറ്റും പഠിച്ചതാണ്. അതുപോലെ നമ്മൾ എ സി ത്രൂ കപ്പാസിറ്റൻസ് ഉള്ളി അല്ലെങ്കിൽ എ സി ത്രൂ റെസിസ്റ്റൻസ് ഉള്ളി ആൻഡ് എ സി ത്രൂ കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ, ഇങ്ങനെയുള്ള ഒരുപാട് എ സി സർക്യൂട്ട്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എ സി സിഗ്നൽ ഇവിടെ കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ സിംഗിൾ കപ്പാസിറ്റർ മാത്രമാകുമ്പോൾ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തമ്മിൽ. അതിൽ റെസിസ്റ്റർ കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ സെയിം ഇതിൽ തന്നെ കറൻറ്റ് ഇൻക്രീസ് ചെയ്ത് വരുന്നതും ഡിക്രീസ് ചെയ്ത് വരുന്നതും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമ്മൾക്ക് റെസിസ്റ്റർ ആഡ് ചെയ്യുന്നതുകൊണ്ട് വ്യത്യാസപ്പെടുത്താം. തീറ്റ ഡിഗ്രി ആയിരിക്കും ആർ സി. ഇപ്പോൾ റെസിസ്റ്ററിൻ്റെയോ കപ്പാസിറ്ററിൻ്റെയോ വാല്യൂ മാറ്റുന്നതനുസരിച്ച് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജും ഇവിടെ ചാർജ് ചെയ്ത ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫിഗർ 2, ഇതാണ് ഫിഗർ 2C, ഷോസ് 3 സെക്ഷൻസ് ഓഫ് ആർ സി നെറ്റ്വർക്ക്. ഇതൊരു ആർ സി നെറ്റ്വർക്ക്. ഇതുപോലുള്ള 3 ആർ സി നെറ്റ്വർക്കുകളാണ്. R1 C1, R2 C2, R3 C3. സിയും ആറും സിയും ആറും സിയും ആറും. ഈ എല്ലാ ആറും R1 = R2 = R, R3, C1 = C2 = C3. അപ്പോൾ ഈ 3 കപ്പാസിറ്ററുകളുടെ വാല്യൂവും സെയിം ആയിരിക്കും, റെസിസ്റ്ററുകളുടെ വാല്യൂവും സെയിം ആയിരിക്കും. ഫിഗർ ഷോസ് 3 സെക്ഷൻ ഓഫ് ആർ സി നെറ്റ്വർക്ക്. ഈച്ച് സെക്ഷൻ പ്രൊഡ്യൂസസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 60 ഡിഗ്രി. ഇവിടെ ഒരു ആർ സി നെറ്റ്വർക്കിന് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഈ ഫേസ് ഷിഫ്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 3 ആർ സി നെറ്റ്വർക്കിനും കൂടി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടും. 3 ആർ സി നെറ്റ്വർക്കിനും കൂടി നമ്മൾക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈച്ച് സെക്ഷനിൽ അപ്പോൾ ഇവിടെ ഈ നെറ്റ്വർക്ക് തന്നെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും. പിന്നെ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും. ഫിഗർ ഷോസ് ദ 3 സെക്ഷൻസ് ഓഫ് ആർ സി നെറ്റ്വർക്ക്. Each section produces a phase shift of 60 degree. Consequently, a total phase shift of 180 degree is produced. That is, voltage leads V1 by V1 and the input voltage. ആ ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ഈ ഇൻപുട്ട് വോൾട്ടേജ് V1ഉം ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന V2 എന്ന് പറയുന്ന വോൾട്ടേജും തമ്മിൽ V2 വോൾട്ടേജും തമ്മിൽ നമ്മൾക്ക് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഇത് 60. ഈ ഒരു സെഷൻ 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, രണ്ടാമത്തെ സെഷൻ 60, മൂന്നാമത്തെ സെഷൻ 60. 60 120. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഇവിടെ എത്തുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് V1ഉം ഇവിടെ കിട്ടുന്ന വോൾട്ടേജും തമ്മിൽ 60 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അത് പിന്നെ ഈ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലായിരിക്കും 2 വോൾട്ടേജുകളും തമ്മിൽ. പിന്നീട് ഈ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ അത് തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഈ സർക്യൂട്ട് കൊടുക്കും. ഇതാണ് ഒരു ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ശ്രദ്ധിക്കുക, സർക്യൂട്ട് ഡയഗ്രാം പഠിക്കുക. എന്താണ് ഇത്? ആസ് യൂഷ്വൽ നമ്മൾ വരയ്ക്കുന്ന പോലെ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്ങിലുള്ള ഇത് ആർ സി ഫേസ് ഷിഫ്റ്റിലും കൂടി ഉൾപ്പെടും. അപ്പോൾ ഇവിടെ R1ഉം ഇത് R1, R2, R3 എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇതെല്ലാം ഈക്വൽ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇതിനെ പഠിക്കുമ്പോൾ ഇവിടെ ഒരു NPN ട്രാൻസിസ്റ്റർ, എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, കളക്ടർ ലോഡ് റെസിസ്റ്റർ, R1, R2 ഇത് വേണേൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ പോലെ വരയ്ക്കാം. പിന്നെ നമ്മൾക്ക് ഇവിടെ കളക്ടറിൽ നിന്നുള്ള ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ താഴത്തു കൂടി വരച്ച് കാണിക്കാം, മുകളിൽ കൂടിയും വരച്ച് കാണിക്കാം. കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ കളക്ടറിൽ നിന്ന് അവിടുന്ന് ഒരു ഫീഡ്ബാക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടം വരെ.
ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ കണക്ഷൻ കണ്ടല്ലോ, ഇവിടെ കണക്ഷനില്ല, ഇവിടെ ഇങ്ങനെ ജമ്പ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. അതായത് ഈ സെഷനിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് വീണ്ടും ഏതിലേക്ക് കൊടുക്കുന്നു? ഇൻപുട്ടിലേക്ക്, ബേസിലേക്ക്. ഏത് വഴി കൊടുക്കുന്നു? ഈ 3 RC നെറ്റ്വർക്ക് വഴി. ഈ CAR, ഈ CAR, ഈ CAR. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ ഇവിടെ ഉണ്ടാകുന്ന ആ ഓസിലേഷൻസ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സഡൻ റൈസ് ആൻഡ് ഫോൾ ഉണ്ടാവും. ആ ഒരു സഡൻ റൈസ് ആൻഡ് ഫോൾ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ഓസിലേഷൻസാണ് ഇതിലേക്ക് ഫീഡ്ബാക്ക് ചെയ്ത് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫീഡ്ബാക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ വീണ്ടും 180 ഡിഗ്രി ട്രാൻസിസ്റ്ററിൻ്റെ ഫേസ് ഷിഫ്റ്റും കൂടി വരും. അപ്പോൾ വീണ്ടും ഇവിടെ എന്ത് വരും? ഒരേ ഫേസിൽ വരും. അത് തന്നെ വീണ്ടും ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കായി ഈ നെറ്റ്വർക്ക് ഫീഡ്ബാക്ക് ഇതായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓസിലേഷൻസ് തുടർന്ന് പോവുകയും ചെയ്യും. വെരി ലോ ഫ്രീക്വൻസി സൈൻ വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ സർക്യൂട്ട് ഉപയോഗപ്പെടുത്താം. അതാണ് ഫിഗർ 2A. ഫിഗർ 2A ഷോസ് ദ സർക്യൂട്ട് ഓഫ് എ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് കൺവെൻഷണൽ സിംഗിൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ and a RC phase shift network. The phase shift network consists of 3 capacitors R1, C1, R2, C2 and R3, C3. 3 capacitors and 3 resistors, അല്ലെങ്കിൽ 3 sections R1, C1, R2, C2 and R3, C3. അങ്ങനെ 3 sections. At some particular frequency, output frequency is the phase shift of each section is 60 degree, so that total phase shift produced by RC network is 180 degree. 360 ഡിഗ്രിയും 180 ഡിഗ്രി RC സർക്യൂട്ടും നൽകും, 180 ഡിഗ്രി ട്രാൻസിസ്റ്ററും നൽകും. എന്നാലും ഇവിടെ അടുത്തൊരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, ഇതിൽ നിന്ന് ഔട്ട്പുട്ട് സൈൻ വേവ് കിട്ടുമല്ലോ. ആ സൈൻ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2πRC√6. R എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടിൽ 3 റെസിസ്റ്ററുകൾ ഉപയോഗിച്ചു, R1, R2, R3. അതെല്ലാം ഒരേ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിൽ നമ്മൾ 3 കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചു, C1, C2, C3. അതും ഒരേ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ R1 = R2 = R3 = R, C1 = C2 = C3 = C. അപ്പോൾ ആ RC 1/2π, പൈ എന്ന് 3.14 ഇൻറ്റു ആറിൻ്റെ വാല്യൂ ഇൻറ്റു സിയുടെ വാല്യൂ ഇൻറ്റു √6. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ്. ഇനി 1/2πRC√6 എന്നോ 1/2π√6RC എന്നോ ഓർത്തിരിക്കാൻ ഏതാണ് ഏറ്റവും നല്ല എളുപ്പം? ആ രീതിയിൽ ഇത് ഇക്വേഷൻ ഓർത്തിരിക്കാം. കഴിഞ്ഞതിൻ്റെ എല്ലാ ഇക്വേഷൻസ് 1/2π√LC ആണ്. അതിൽ ഈ ഹാർട്ട്ലി ഓസിലേറ്ററിൽ L എന്ന് പറഞ്ഞാൽ L1 + L2 ആയിരിക്കും. കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ C എന്ന് പറഞ്ഞാൽ C1 C2/C1 + C2 ആയിരിക്കും. അങ്ങനെ 1/2π√LC ആയിരുന്നു. ഇത് നെക്സ്റ്റ് സെക്ഷനിലുള്ളത് RC ഓസിലേറ്ററിലെ ഒന്നാമത്തെ ഓസിലേറ്റർ, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. വെരി സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്ത് പ്രാക്ടിക്കലിൽ ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ മെഷർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു RC ഓസിലേറ്റർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് CROയിൽ ഔട്ട്പുട്ട് വേവ് ഫോം നോക്കുകയും CROയിൽ നമ്മൾക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്യാം, ഇല്ലേ? CRO ഉപയോഗിച്ച് ഫ്രീക്വൻസി മെഷർ ചെയ്യും. ആ ഫ്രീക്വൻസി മെഷർ ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എടുത്തിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ കപ്പാസിറ്ററിൻ്റെ വാല്യൂവും കൊണ്ട് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും CROയിൽ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്ത് ആ വേവ് ഫോം കിട്ടിയിട്ട് അതിൽ നിന്ന് മെഷർ ചെയ്തതും നമ്മൾ നോക്കും. രണ്ടും ഒരുപോലെ ആയിരിക്കും. പിന്നെ നമ്മൾക്കറിയാമല്ലോ ഇതിൻ്റെ ടോളറൻസ് വ്യത്യാസം കൊണ്ട് എന്തെങ്കിലും വേരിയേഷൻസ് വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ F = 1/2π√6RC അല്ലെങ്കിൽ 1/2πRC√6 ഇതായിരിക്കും. ഇത്രയും ഹെർട്സ് ആയിരിക്കും. സർക്യൂട്ട് ഓപ്പറേഷൻ ഒന്നുകൂടി പറയാം. വെൻ ദ സർക്യൂട്ട് ഈസ് സ്വിച്ച്ഡ് ഓൺ ഇറ്റ് പ്രൊഡ്യൂസസ് ഓസിലേഷൻസ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ഓസിലേഷൻസ് ഉണ്ടാവുന്നു. ദി ഓസിലേഷൻസ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് RC നെറ്റ്വർക്ക് മുഖേന, RC ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് മുഖേന വീണ്ടും ബേസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നെറ്റ്വർക്ക് പ്രൊഡ്യൂസസ് ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 ഡിഗ്രി ആൻഡ് അനദർ ഫേസ് ഷിഫ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. As a result, phase shift around the loop is 360 degree. Advantages of RC phase shift oscillator. It does not require transformers or inductors.
It can be used to produce very low frequencies. It provides good frequency stability. Pure sine wave output is possible. Disadvantages: it is a circuit. It is difficult for the circuit to start oscillations as the feedback is generally small. The circuit gives small output. It requires high voltage battery. ഹൈ വോൾട്ടേജ് ബാറ്ററി അത്ര വലിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ല, മീൻസ് 12 വോൾട്ട് തൊട്ടേ അത് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യലി ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര ഈസി ആയിരിക്കുന്നില്ല എന്നുള്ളൊരു അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയുമാണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉള്ളത്. എത്ര ഓസിലേറ്റർ സർക്യൂട്ട്സ് ആയെന്ന് നോക്കണം. 1 മോർ ഓസിലേറ്റർ സർക്യൂട്ടാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ആഫ്റ്റർ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ വി ഹാവ് ടു കണ്ടക്ട് എ ക്ലാസ് ടെസ്റ്റ് ആൾസോ. സിറ്റുവേഷൻസിൽ അനുസരിച്ചിട്ട് നിങ്ങൾ എന്താണ് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി ആയിട്ടിരിക്കുക. കൈകളൊക്കെ വാഷ് ചെയ്ത് കോവിഡ് ജാഗ്രത കൈവിടാതിരിക്കുക. താങ്ക് യു.